നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരൂർ ജില്ലാ ആശുപത്രിയിൽ കാറിന് മുകളിൽ മരം വീണ അപകടം. താനൂരിൽ വീട്ടമ്മ ട്രെയിൻ തട്ടി മരണപ്പെട്ടു. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ തിരൂർ ഷോറൂമിൽ ആർട്ടിസ്റ്റ് ഷോപ്പ് തുടക്കം കുറിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് കടുങ്ങാത്തുകുണ്ടിൽ റോഡ് ഉപരോധിച്ചു. ബഷീർ ദിനത്തിൽ ഇമ്മിണി ബെല്ലൊരു മാഗസിൻ പ്രകാശനമൊരുക്കി GMUP സ്കൂൾ പറവണ്ണ. മലയാള ഭാഷാ ബില്ല് നിയമസഭ പാസാക്കണമെന്ന് മലയാള ഐക്യവേദി. വിശദമായ വാർത്തകൾ. തിരൂർ ജില്ലാ ആശുപത്രിയിൽ കാറിന് മുകളിൽ മരം വീണ അപകടം. ഇന്ന് രാവിലെ 8:45 സംഭവം. ഡയാലിസ് കോർഡിനേറ്റർ PPA തെൽഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള കാറിന് മുകളിലാണ് ആശുപത്രി കോമ്പൗണ്ടിലെ മുത്തശ്ശിമാവിന്റെ വലിയ ചില്ല മുറിഞ്ഞു വീണത്. ഞായറാഴ്ച രാവിലെ 8:45 സംഭവം. തിരൂർ ജില്ലാസ്പത്രി കോമ്പൗണ്ടിലെ മുത്തശ്ശിമാവിന്റെ വലിയ ചില്ലയാണ് കാറിന് മുകളിൽ വീണത്. ഡയാലിസിസ് കോർഡിനേറ്റർ PPA തെൽഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള കാറിന് മുകളിലാണ് മരത്തിന്റെ ചില്ല വീണത്. അപകടത്തിൽ കാറിന് സാരമായ പരിക്ക് പറ്റി. ഡയാലിസിസ് സ്റ്റാഫ് മീറ്റിംഗിൽ പങ്കെടുക്കാൻ 8:30 തെൽഹത്ത് എത്തിയത്. തെൽഹത്ത് കാറിൽ നിന്നിറങ്ങി 15 മിനിറ്റിന് ശേഷമാണ് മരച്ചില്ല കാറിന് മുകളിൽ വീണത്. രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും വാഹനങ്ങളും ആളുകളും ഈ മുത്തശ്ശി മരത്തിന് ചുവട്ടിലുണ്ടാവാറുണ്ട്. ഞായറാഴ്ച അതിനാൽ തിരക്ക് കുറഞ്ഞതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. വെട്ടന്യൂസ് തിരൂർ. താനൂരിൽ വീട്ടമ്മ ട്രെയിൻ തട്ടി മരണപ്പെട്ടു. റേഷൻ വാങ്ങി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ റെയിൽപാത മുറിച്ചു കടക്കുന്നതിനിടെയാണ് ട്രെയിൻ തട്ടി മടത്തിൽ റോഡ് പൊന്നാട്ടിൽ ഗീത മരണപ്പെട്ടത്. ഇന്നലെ വൈകിട്ട് 4:45 തെയ്യാല റോഡ് റെയിൽവേ മേൽപ്പാലത്തിന് സമീപമാണ് അപകടം. ഷൊർണൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനാണ് തട്ടിയത്. താനൂർ പോലീസ് ഇൻസ്കോഡ് നടത്തിയ മൃതദേഹം തിരൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പരേതനായ ചന്ദ്രനാണ് ഭർത്താവ്. വെട്ടന്യൂസ് താനൂർ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ തിരൂർ ഷോറൂമിൽ ആർട്ടിസ്റ്റ് ഷോക്ക് തുടക്കം കുറിച്ചു. ജൂലൈ 5 മുതൽ ജൂലൈ 13 വരെ നീണ്ടു നിൽക്കുന്ന ഷോയിൽ സ്വർണം, ഡയമണ്ട്, അമൂല്യ രത്നങ്ങൾ എന്നിവയിൽ തയ്യാറാക്കിയ വൈവിധ്യമാർന്ന ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഒരുക്കിയിട്ടുണ്ട്. വ്യത്യസ്തമായ ബ്രാൻഡുകളിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ ഭാവി വധുക്കളും ഷെവനിംഗ് സ്കോളർഷിപ്പ് ജേതാവും UK-യിലെ മികച്ച അന്താരാഷ്ട്ര പുരസ്കാരം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി വിദ്യാർത്ഥിനികളിൽ ഒരാളായ റിമ ഷാജിയും ചേർന്നാണ് ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും നല്ലൊരു കൈയ്യടി കൊടുക്കാം. നമ്മുടെ റീജിയണൽ ഹെഡ് ജലീൽ സറും നമ്മുടെ ചീഫ് ഗസ്റ്റ് റിമ ഷാജിയും unveiling, yes, showcasing the beautiful collections from Mind Diamonds. Mind Brides ന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ കളക്ഷൻ ആണ് നമ്മളിവിടെ അൺവീൽ ചെയ്തിരിക്കുന്നത്. So once again, a thunderous applauses. അതുപോലെ തിരൂരായതുകൊണ്ട് തന്നെ എപ്പോൾ വീട്ടിലെന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നിട്ട് എടുക്കാം എന്ന് എപ്പോഴും പറയും. കാരണം ഇവിടെ ഡിസൈൻസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്.
ഭയങ്കര രസമുള്ള ഡിസൈൻസും ഭയങ്കര ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഡിസൈൻസുമാണ്. അതുപോലെ ഇത്രയും ഇൻ്റർനാഷണലി റെനൗണ്ട് ആയിട്ടുള്ള ഈ മലബാർ ഗോൾഡിൽ നമ്മൾ തിരൂരും ഒരു ഭാഗമാവാൻ പറ്റിയതിൽ വളരെ സന്തോഷിക്കുന്നു. അതുപോലെ ഈ ആർട്ടിസ്ട്രി എന്ന് പറഞ്ഞ ഷോയിൽ ലൈക്ക് ഇന്ത്യയിലുള്ള പാൻ കൺട്രിയിലുള്ള അടിപൊളി ഡിസൈൻസോ അല്ലെങ്കിൽ മോസ്റ്റ് ക്രാഫ്റ്റ്മാൻഷിപ്പ് ഉള്ള അല്ലെങ്കിൽ മോസ്റ്റ് എലിവേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസ് ഇവിടെ കാണാൻ പറ്റിയ എക്സിബിഷന് നമ്മളെല്ലാവരും ഭാഗമായതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഷോയോടനുബന്ധിച്ച് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 30% വരെ കിഴിവും അൺകട്ട് ആഭരണങ്ങൾക്കും ജംസ്റ്റോൺ ആഭരണങ്ങൾക്കും പണിക്കൂലിയിൽ 30% വരെ കിഴിവും ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ വജ്രത്തിന്റെ മൂല്യത്തിൽ 30% വരെ കിഴിവും കൂടാതെ അഡ്വാൻസ് ബുക്കിംഗിലൂടെ വിലയുടെ 3% നൽകി ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്യുന്ന ദിവസത്തെ വിലയോ ആഭരണങ്ങൾ വാങ്ങുന്ന ദിവസത്തെ വിലയോ ഏതാണോ കുറവ് ആ വിലക്ക് ആഭരണങ്ങൾ സ്വന്തമാക്കാനും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവസരമൊരുക്കുന്നു. റീജിയണൽ ഹെഡ് ആർ ജലീൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സോണൽ ഹെഡ് ജാവോട്ട് മിയാൻ, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PA ബാവ, ശ്രീകുമാർ, സുഷമ, കൃഷ്ണപ്രിയ, ഷെരീഫ, മലബാർ ഗോൾഡിന്റെ മറ്റു ഷോറൂം ഹെഡ്മാർ, മർച്ചൻഡൈസർ ബിജു എന്നിവർ സംസാരിച്ചു. തിരൂർ ഡെപ്യൂട്ടി ഹെഡ് മുഹമ്മദ് നസീഫ് ആശംസകളും തിരൂർ ഷോറൂം ഹെഡ് KC ദിനേശ് നന്ദിയും അറിയിച്ചു. ചടങ്ങിൽ പ്രമുഖ വ്യക്തികളും മലബാർ ഗോൾഡിന്റെ കസ്റ്റമേഴ്സും പങ്കെടുത്തു. ബിസിനസ് ഡെസ്ക് വെട്ടം. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് കടുങ്ങാത്തുകുണ്ടിൽ റോഡ് ഉപരോധം നടത്തി പ്രതിഷേധിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കടുങ്ങാത്തുകുണ്ടിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് റോഡ് ഉപരോധം നടത്തി പ്രതിഷേധിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. AP സബാഹ്, റിയാസ് പാറക്കൽ, ജൗഹർ കുറുക്കോളി, TK അബ്ദുൽ റഷീദ്, അൻസാർ പറമ്പാടൻ, അജ്മൽ തൂവക്കാട്, VT ഹക്കീം, ആഷിഖ് കുന്നക്കാട്ട്, മുസ്തഫ കുണ്ടിൽ, റഫ്സൽ, പാറയിൽ ആബിദ്, നൌഫൽ, AP മുസ്തഫ, ആഷിഖ് പടിക്കൽ, V ജസീൽ, P നൌഷാദ് എന്നിവർ നേതൃത്വം നൽകി. വെട്ടന്യൂസ് കൽപ്പകഞ്ചേരി. ബഷീർ ദിനത്തിൽ ഇമ്മിണി ബല്ലൊരു മാഗസിൻ പ്രകാശനമൊരുക്കി GMUP സ്കൂൾ പറവണ്ണ. ബഷീർ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന ചടങ്ങിൽ PTA പ്രസിഡന്റ് M ഫൈസൽ മാഗസിൻ പ്രകാശനം നിർവഹിച്ചു. തങ്ങളുടെ സർഗരചനകൾ കോർത്ത് മികച്ച രീതിയിൽ വിദ്യാർത്ഥികൾ സ്വയം തയ്യാറാക്കിയ പുസ്തകങ്ങൾ പ്രത്യേക അസംബ്ലിയിൽ പ്രകാശനം ചെയ്തു. കുട്ടികളിലെ രചനാവസന്തങ്ങൾ പോഷിപ്പിക്കുന്നതിനായി ഓരോ കുട്ടികളും ഓരോ പുസ്തകം എന്ന ആശയത്തിലൂന്നി നിർമ്മിച്ച ഈ പുസ്തക രചനയ്ക്ക് വിദ്യാലയത്തിൽ തുടക്കം കുറിച്ചത് വായനാ ദിനത്തിലാണ്. ബഷീർ അനുസ്മരണം, പുസ്തക പരിചയം, ബഷീർ കൃതി പരിചയം, കഥാപാത്രങ്ങളുടെ സംഭാഷണാവതരണം, പോസ്റ്റർ പ്രദർശനം എന്നിവയിലൂടെ മികച്ച അവതരണത്തിലൂടെ കുട്ടികൾ ബഷീർ സ്മൃതി ദിനത്തിൽ മാറ്റുകൂട്ടി. അർത്ഥമില്ലാത്ത വാക്കുകൾ കൊണ്ടുപോലും വായനയുടെ മായാലോകം സൃഷ്ടിച്ച ബേപ്പൂർ സുൽത്താന്റെ കൃതികൾ ആധുനിക കാലഘട്ടത്തിലും മനുഷ്യനെ ഒരേപോലെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നതാണെന്ന് എല്ലാവരെയും പരിപാടിയിൽ ഓർമ്മപ്പെടുത്തി. പ്രധാനാധ്യാപകൻ V അബ്ദുൽ സിയാദ് ബഷീർ ദിന സന്ദേശവും സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളുടെയും മാഗസിൻ ഒന്നിച്ചുള്ള മെഗാ മാഗസിൻ പ്രകാശനം PTA പ്രസിഡന്റ് M ഫൈസൽ എന്നിവരും നിർവഹിച്ചു. വെട്ടന്യൂസ് പറവണ്ണ. കേരള നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ മലയാള ഭാഷ വ്യാപനവും പരിപോഷണവും എന്ന ബില്ല് രാഷ്ട്രപതി തിരിച്ചയച്ച സാഹചര്യത്തിൽ ബില്ല് വീണ്ടും നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് മലയാള ഐക്യവേദി ആവശ്യപ്പെട്ടു. മലയാള സർവകലാശാല പ്രൊഫസർ ഡോക്ടർ KM അനിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. NV രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. മലയാള ഐക്യവേദി ഉൾപ്പെടെയുള്ള ഐക്യ മലയാള പ്രസ്ഥാനത്തിന്റെ നിരന്തര പ്രക്ഷോഭങ്ങളുടെ ഫലമായാണ് കേരള നിയമസഭ ഈ ബില്ല് പാസാക്കിയത്. മലയാള ഭാഷയുടെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും ശക്തി പകരുന്ന തൊഴിൽ, വിദ്യാഭ്യാസ, ഭരണരംഗത്തുൾപ്പെടെ മലയാളത്തിന് പ്രാധാന്യം നൽകുന്ന ഈ ബില്ല് വ്യക്തമായ കാരണം പറയാതെയാണ് രാഷ്ട്രപതി തിരിച്ചയച്ചിട്ടുള്ളത്. ബില്ല് നിയമമാക്കുന്നതിനുള്ള നടപടി എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്ന് മലയാള ഐക്യവേദി മലപ്പുറം ജില്ലാ പഠന ക്യാമ്പ് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. മലയാളം സർവകലാശാല പ്രൊഫസർ ഡോക്ടർ KM അനിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു.
നമ്മൾ ഭരിക്കുന്ന ഭരണകൂടത്തോടാണ് പറയുന്നത്, ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും എല്ലാം സംസാരിക്കുന്ന ഭാഷ മലയാളമാണ്. അങ്ങനെ വരുമ്പോൾ എന്തിനാണ് പിന്നെ ഈ മാതൃഭാഷയ്ക്ക് വേണ്ടി നമുക്കിങ്ങനെ മുറവിളി കൂട്ടേണ്ടി വരുന്നത് എന്ന് വാസ്തവത്തിൽ നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. ആർക്കാണ് ഇതിൽ എതിർപ്പ്? സാധാരണ നിലയ്ക്ക് ഭാഷയെ സംബന്ധിച്ച് അങ്ങനെ എതിർപ്പ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഉണ്ടാകേണ്ടത് രാഷ്ട്രീയ പാർട്ടികൾക്കാണ്. കാരണം രാഷ്ട്രീയ പാർട്ടികളാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ജയിച്ചു വരികയും ഗവൺമെന്റിനെ രൂപീകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം, ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും മലയാളത്തിനു വേണ്ടി നിലകൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇതൊന്നും നടക്കാത്തത് എന്ന് വാസ്തവത്തിൽ നിങ്ങൾ ഗൗരവമായി ആലോചിക്കേണ്ടത്. എൻ വി രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ബാബു മാലോൽ, കെ പി നൌഷാദ്, ദേവിക രാജേഷ്, ടി വി സലാഹുദ്ദീൻ, ഡോക്ടർ സുരേഷ് പുത്തൻപറമ്പിൽ, പി ടി സൈഫുദ്ദീൻ, പി സുഭാഷ് കുമാർ, അനൂപ് വളാഞ്ചേരി, കെ എം ഫാമിദ എന്നിവർ സംസാരിച്ചു. ഭാഷാ ബില്ല്, ചരിത്രവും സാധ്യതയും, കീം സമരവും, പൊതുവിദ്യാഭ്യാസ സംരക്ഷണവും, വിദ്യാർത്ഥി മലയാളവേദി സമരവഴികളിലൂടെ സംഘടന നയരേഖ ചർച്ച എന്നീ വിഷയങ്ങളിലായി ഡോക്ടർ പി പവിത്രൻ, കെ ഹരികുമാർ, വി വൈഷ്ണവി, സി കെ സതീഷ് കുമാർ എന്നിവർ ക്ലാസ് എടുത്തു. വെട്ടന്യൂസ് തിരൂർ. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.